ബേസ്ഡ് ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ ഫോക്കസ് ചെയ്യുന്ന ആളുകളൊക്കെ വളരെ പവർഫുൾ ടൂളായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചേഴ്സ് എന്നുള്ളത്. അതൊരു പവർഫുൾ ടൂൾ എന്നതിനേക്കാൾ വളരെ നെസസറി ആയിട്ടുള്ള ഒരു ടൂളാണ്. പക്ഷെ പലപ്പോഴും അതിൻ്റെ ലീഗൽ ഡ്യൂ ഡിലിജൻസ് കറക്റ്റ് ആണ് എന്ന് ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ പിന്നീട് പല ലീഗൽ കോൺസിക്വൻസുകളും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഉള്ളത്. നോർമലി കോൺട്രാക്ച്വൽ കോൺട്രാക്ച്വൽ ജോയിന്റ് വെഞ്ചേഴ്സ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് രണ്ട് കമ്പനികൾ തമ്മിൽ പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ ടൈപ്പ് ആയിട്ട് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഒരു ടൈംലി പീരീഡിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അല്ലെങ്കിൽ ഇക്വിറ്റി അതാണ് ഇവിടെ നോർമലി ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കുന്ന ഒരു മാർഗം എന്നുള്ളത്. ഇക്വിറ്റി ജേവികളിൽ പാർട്ട്നേഴ്സായിട്ട് തന്നെ ജോയിൻ ചെയ്യും, LLC ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ ഒരു കറക്റ്റ് ഫോർമാറ്റിൽ മുന്നോട്ട് പോകുന്ന ഒരു ആയിരിക്കും അത്. അപ്പോൾ കൃത്യമായ അഗ്രിമെന്റ് ബേസിസിലല്ല ഇത് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ ഭാവി പ്രശ്നങ്ങൾ ആ കമ്പനിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കൃത്യമായ അഗ്രിമെന്റുകളിൽ ക്ലോസുകൾ വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പം ക്യാപിറ്റൽ ക്ലോസുകൾ, ഏതൊക്കെ പാർട്ട്നേഴ്സ് എത്ര പ്രൊപ്പോർഷനിലാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൽ അവരുടെ പേഴ്സൻറ്റേജ് എത്രയാണ്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലോസുകൾ, അതിൽ പ്രോഫിറ്റ് പ്രൊപ്പോർഷൻ എങ്ങനെയാണ്, ലോസ് പ്രൊപ്പോർഷൻ എങ്ങനെയാണ്, അത് ഈക്വലി തന്നെയാണോ അല്ലെങ്കിൽ അതിൽ ഡിഫറൻഷിയേഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ റോൾസ് ഡിസ്ക്രൈബ് ചെയ്യുന്നിടങ്ങളിൽ മാനേജറിയൽ പവേഴ്സ് ആർക്കാണ്, അതിൽ ഏതൊക്കെ പവേഴ്സ് പാർട്ട്നേഴ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഏതൊക്കെ പവേഴ്സ് ലിമിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കാരണം മാനേജറിയൽ പവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ സംബന്ധിച്ചിടത്തോളം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് എക്സിറ്റ് ക്ലോസുകളുടെ പേരിലാണ് പലപ്പോഴും പിന്നീട് ഈ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തൊക്കെ പിന്നീട് ലീഗൽ ബാറ്റിലുകളിൽ ഏറ്റവും കൂടുതൽ ഈ കൃത്യമായ എക്സിറ്റ് ക്ലോസുകൾ ഡിഫൈൻ ചെയ്യാത്തതിൻ്റെ പേരിലാണ് മെയിൻ ഇൻവെസ്റ്റേഴ്സ് തലവേദന ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതേപോലെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ക്ലോസുകൾ, ഇപ്പം ADGM, ഡയാക്ക്, ഇങ്ങനെ ഒരുപാട് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ അതോറിറ്റികളുണ്ട്. അപ്പം ഏതാണ് കൃത്യമായ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ അതോറിറ്റി എന്ന് മെൻഷൻ ചെയ്യുകയും അതിനെ അത്തരം ക്ലോസുകൾ വെക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു അഗ്രിമെന്റ് ബേസിസിൽ വളരെ സെക്യൂർ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം ബിസിനസ്സുകളെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പം ഏതൊരു ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും കൃത്യമായ ഇക്വിറ്റി ജേവികളിലേക്ക് പോകുമ്പോൾ അഗ്രിമെന്റ് വളരെ ക്ലിയർ ആൻഡ് കറക്റ്റ് ആണ്, കൃത്യമായി ലീഗലി ഡ്രാഫ്റ്റഡ് ആണ് എന്ന കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഇത്തരം ജോയിന്റ് വെഞ്ചർ അഗ്രിമെന്റുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറഞ്ഞു തരാനുള്ളത്.